എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഉപരിചര വസുവിൻ്റെ പുത്രനായ ബൃഹദ്രഥന്റെ കഥയാണ്. വസുവിൻ്റെയും ഗിരികയുടെയും പുത്രരിൽ പ്രമുഖനായിരുന്നു ബൃഹദ്രഥൻ. ഉപരിചരൻ മഗധയുടെ അധിപനായി വാഴിച്ച ബൃഹദ്രഥൻ 3 അക്ഷൗഹിണി പടകളോടുകൂടിയ മഹാബലനും അതുല്യ വിക്രമനും ശ്രീമാനുമായ രാജാവായിരുന്നു. കാശി രാജാവിൻ്റെ ഇരട്ട പെൺമക്കളെ വിവാഹം കഴിച്ച ബൃഹദ്രഥന് സന്താനഭാഗ്യമുണ്ടായില്ല. സന്താനഭാഗ്യത്തിനായി രാജാവ് പ്രസാദിപ്പിച്ച ചണ്ഡകൗശികൻ എന്ന മഹർഷി ഒരു മാമ്പഴം രാജാവിന് അനുഗ്രഹിച്ചു നൽകുകയും രാജാവ് അത് പകുത്ത് തൻ്റെ 2 രാജ്ഞിമാർക്കുമായി നൽകുകയും ചെയ്തു. കാലക്രമേണ 2 രാജ്ഞിമാരും ഓരോ അർദ്ധശരീര ശിശുക്കൾക്ക് ജന്മം നൽകിയെങ്കിലും അവയ്ക്ക് ജീവനുണ്ടായിരുന്നില്ല. കൊട്ടാരത്തിന് വെളിയിൽ ഉപേക്ഷിച്ച അവയെ ജര എന്ന രാക്ഷസി ഒരുമിച്ചു ചേർത്തപ്പോൾ ജീവൻ വയ്ക്കുകയും ശിശുവിനെ ജര രാജാവിന് തിരികെ നൽകുകയും ചെയ്തു. ജര സന്ധിപ്പിച്ച പുത്രന് ജരാസന്ധൻ എന്ന് പേര് നൽകിയ ബൃഹദ്രഥൻ ജരാസന്ധന് പ്രായപൂർത്തിയായപ്പോൾ അദ്ദേഹത്തെ രാജാവാക്കിയ ശേഷം ഭാര്യമാരോടുകൂടി ചണ്ഡകൗശിക മഹർഷിയുടെ ആശ്രമത്തിൽ വന്ന് തപസ്സാരംഭിച്ചു. വനത്തിൽ വന്ന ശേഷം ബൃഹദ്രഥൻ ആശ്രമവാസികൾക്കും സ്വജനങ്ങൾക്കും ഭീഷണിയായിരുന്ന മനുഷ്യഭോജിയായ ഋഷഭൻ എന്ന രാക്ഷസനെ വധിക്കുകയും അവൻ്റെ തുകൽ കൊണ്ട് 3 പെരുമ്പറകൾ തീർത്ത് മഗധ രാജപുരിയിൽ വയ്ക്കുകയും ചെയ്തു. ഒന്ന് തട്ടിയാൽ 1 മാസത്തോളം ശബ്ദം പുറപ്പെടുവിപ്പിക്കുന്ന ആ പെരുമ്പറകളെ മഗധ നിവാസികൾ പൂവിട്ട് പൂജിച്ചു പോന്നു. ഭീമനും അർജുനനും ശ്രീകൃഷ്ണനും കൂടി ജരാസന്ധനെ വധിക്കാൻ മഗധയിൽ വന്നപ്പോൾ അവരാണ് ഈ പെരുമ്പറകൾ പൊട്ടിച്ചു കളഞ്ഞത്. മഗധ രാജാവും വസുപുത്രനുമായ ബൃഹദ്രഥന്റെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.